welcome back to Xylem Learning. Xylem is ആണ്. So yes, നമ്മുടെ എന്താണ് ബേസിക് സയൻസിലെ മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളിതാ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: What are the methods of separating constituents in the following situations? Complete the table. ദാ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻസിലും ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സന്ദർഭങ്ങൾ ഇതൊക്കെയാണ്: പ്യൂരിഫൈയിങ് മഡി വാട്ടർ, കലങ്ങിയ വെള്ളം നമ്മൾ ശുദ്ധീകരിക്കുന്നു; സീവിങ് സാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ, അല്ലെ കെട്ടിടം പണിക്ക് മണലരിക്കുന്നു; ദെൻ സെപ്പറേറ്റിംഗ് സോൾട്ട് ഇൻ സോൾട്ട് പ്ലാന്റ്സ്, ഉപ്പളങ്ങളിൽ നിന്ന് നമ്മൾ ഉപ്പ് വേർതിരിക്കുന്നു; സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്, മണ്ണലിൽ കലർന്നിട്ടുള്ള ഇരുമ്പ് പൊടി നമുക്ക് വേർതിരിക്കണം. ഇതിൽ ഓരോന്നിലും നമ്മൾ ഏത് ടെക്നിക്കുകളാണ് യൂസ് ചെയ്യാന്നുള്ളത്, ഏത് മാർഗങ്ങളാണ് യൂസ് ചെയ്യാന്നുള്ളത് ഈ ഒരു കോളത്തിൽ നമ്മൾ എഴുതേണ്ടതുണ്ട്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ എന്താണ്? ആ പ്യൂരിഫൈയിങ് മഡി വാട്ടർ, അല്ലെ കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഡീകാൻറ്റേഷൻ, തെളിയൂറ്റൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തെളിയൂറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ ഈ പറയുന്ന കലങ്ങിയ വെള്ളത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അനക്കാതെ വെക്കുന്നു. അങ്ങനെ അനക്കാതെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മുകൾ ഭാഗത്തെ ലിക്വിഡ് മാത്രം നമ്മൾ ഒഴിവാക്കുന്നു. എന്നിട്ട് നമ്മുടെ മണലൊക്കെ പടിയിലുണ്ടാവും, അല്ലെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിൽട്രേഷൻ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്, അല്ലെ, അരിക്കൽ കൂടെ നമുക്ക് പറയാം. കാരണം അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള അരിപ്പയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്, അല്ലെങ്കിൽ ഫിൽട്ടർ പേപ്പറിലൂടെയൊക്കെയുള്ള ഫിൽട്രേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അപ്പൊ ആ മാർഗം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതാം ആൻസർ ആയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സീവിങ് സാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ, അല്ലെ കെട്ടിടം പണിക്ക് മണൽ അരിക്കുന്നതാണ്. അതിൽ തന്നെ നമ്മുടെ പേരും ഉണ്ട്. യെസ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സീവിങ് തന്നെയാണ്, അരിക്കലാണ്, അല്ലെ. കാരണം വലിയ വലിയ കല്ലുകളൊക്കെ മുകളിൽ കിടക്കും, ചെറിയ ചെറിയ ഫൈൻ ആയിട്ടുള്ള നമ്മുടെ മണൽ, അല്ലെ, എന്ത് ചെയ്യുന്നു, താഴേക്ക് നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് സോൾട്ടിന്റെ സെപ്പറേഷൻ ആണ്, ഉപ്പളങ്ങളിൽ ഉപ്പ് വേർതിരിക്കാൻ. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവാപൊറേഷൻ, ബാഷ്പീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അവിടെ വാട്ടർ കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, വാട്ടർ വേപ്പർ ആയിട്ട്, അല്ലെ, ജലമൊക്കെ ജലത്തിന്റെ ബാഷ്പമായിട്ട് അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇവാപൊറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ഉപ്പിനെ, നമ്മുടെ സോൾട്ടിനെ എന്ത് ചെയ്യാം, വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മളുടെ അയേണും സാൻഡും കൂടെയാണ്. അപ്പൊ അയേണും സാൻഡും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക, അയേൺ ഇരുമ്പാണ്, അല്ലെ, അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. കാന്തത്തിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, കാന്തം അതിനെ ആകർഷിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാന്തം ഉപയോഗിച്ചിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സെപ്പറേഷൻ മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക, കൃത്യമായിട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്യൂർ സബ്സ്റ്റൻസ്? ഈ തന്നിരിക്കുന്നതിൽ പ്യൂർ സബ്സ്റ്റൻസ് അല്ലാത്തതാണ്, ശുദ്ധ പദാർത്ഥം അല്ലാത്തതാണ് ചോദിച്ചത്. സോൾട്ട്, അലൂമിനിയം, ഷുഗർ സൊല്യൂഷൻ, ഓക്സിജൻ. ഓക്കെ, ഏതൊക്കെയാണ് ഉള്ളത്? കറയുപ്പ്, അലൂമിനിയം, പഞ്ചസാര ലായനി, ഓക്സിജൻ, അല്ലെ. ഇതിൽ ഏതാണ് ശുദ്ധ പദാർത്ഥം അല്ലാത്തത്, പ്യൂർ സബ്സ്റ്റൻസ് അല്ലാത്തത്? അപ്പൊ എന്താണ് പ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ തന്മാത്രകൾ, മോളിക്യൂളിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, അല്ലെ. അപ്പോൾ ഒരു പദാർത്ഥം നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരേ ടൈപ്പ് മോളിക്യൂൾ, ഒരേ ടൈപ്പ് തന്മാത്ര മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്യൂർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥം എന്ന് വിളിക്കാം. എന്നാൽ ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് എന്താണ്, അതൊരു മിക്സ്ചർ ആയിട്ട് മാറി, അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സോൾട്ട്, കറയുപ്പ്, അതിനകത്ത് സോൾട്ടിന്റെ തന്മാത്രകളെ ഉള്ളൂ, കറിയുപ്പിന്റെ തന്മാത്രകളെ ഉള്ളൂ. അലൂമിനിയത്തിൽ അലൂമിനിയത്തിന്റെ മാത്രം തന്മാത്രകളെ ഉള്ളൂ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ മാത്രം മോളിക്യൂൾസേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ആണ്, പഞ്ചസാര ലായനിയാണ്. പഞ്ചസാര ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പഞ്ചസാരയും വെള്ളവും ഉണ്ട്, അല്ലെ, പഞ്ചസാരയും ജലവും ഉണ്ട്. അപ്പൊ ഈ രണ്ടാളുകളുടെ തന്മാത്രകളും മോളിക്യൂൾസും അതിന്റെ അകത്ത് ഉണ്ടാവില്ലേ? സോ നമുക്ക് പറയാം അതെന്താണ്, അതൊരു മിക്സ്ചർ ആണ്, അതൊരു മിശ്രിതമാണ്. അത് എന്തല്ല, ഒരു പ്യൂർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ശുദ്ധ പദാർത്ഥം അല്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ റീസൺ എന്ത് ചെയ്യുക, എഴുതി കൊടുത്തേക്കുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്:
ഗിവ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലേ. നമ്മുടെ ഹോമോജീനിയസ് മിക്സ്ചറിനും ഹെട്രോജീനിയസ് മിക്സ്ചറിനും 2 എക്സാമ്പിൾ വീതം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹോമോജീനിയസ്, എന്താണ് ഹെട്രോജീനിയസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏകാത്മക മിശ്രിതങ്ങളാണ് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു മിക്സ്ചർ എടുത്തു, ആ മിക്സ്ചറിൽ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഒരേ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. ഒരു മിശ്രിതത്തിന്റെ മുഴുവൻ ഭാഗത്തും ഒരേ ഗുണമാണ്, ഒരേ സവിശേഷതകളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. അതായത് ഏകാത്മക മിശ്രിതം. ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ ഒരേപോലെയുള്ള സ്വഭാവം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും ഒക്കെ അല്ലെ. പഞ്ചസാര ലായനി ആയിക്കോട്ടെ, ഉപ്പ് ലായനി ആയിക്കോട്ടെ. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പോ പഞ്ചസാരോ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിന്റെ ഏത് ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചസാര ലായനി ആണെങ്കിൽ അതിന് എന്താണ്, ഒരേ സ്വഭാവമായിരിക്കില്ലേ. ഇപ്പൊ സ്പൂൺ എടുത്ത് ഞാൻ ഇവിടെ നിർത്താലും ഒക്കെ എന്താണ്, ഒരേപോലെയാണ് അല്ലെ. ഘടകങ്ങളൊക്കെ ഒരുപോലെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് അഥവാ ഏകാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ നമ്മുടെ മഡി വാട്ടർ, ചെളി വെള്ളമാണെന്ന് വിചാരിക്കുക. അതായത് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ മഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാൻഡ് ഒക്കെ എടുത്ത് കലക്കുവാണെന്ന് വിചാരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഓരോ സ്പൂൺ ഞാൻ എടുത്ത് തന്നു നിങ്ങൾക്ക് ഓരോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടുന്ന് നിങ്ങൾ ഒരു സ്പൂൺ എടുത്താലും ഇവിടുന്ന് എടുത്താലും ഏറ്റവും അടിയിൽ നിന്ന് എടുത്താലും ഓരോന്നിലും ഉള്ള ഘടകങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ. സോ നമുക്ക് പറയാം, ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ്, വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഗുണമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഹെട്രോജീനസ് മിക്സ്ചർ, ഭിന്നാത്മക മിശ്രിതം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഹെട്രോ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന മഡി വാട്ടർ ആയിക്കോട്ടെ, നമ്മളുടെ ബട്ടർ മിൽക്ക് അല്ലെ, നമ്മളുടെ എന്താണ് സംഭാരം, ചെളിവെള്ളവും സംഭാരവും ഒക്കെ എന്താണ്, ഹെട്രോജീനസ് ആണ്, ഭിന്നാത്മക മിശ്രിതങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും, പഞ്ചസാര ലായനിയും ഉപ്പ് ലായനിയും എന്തിന് എക്സാമ്പിൾ ആണ്, ഹോമോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ ഏരിയയിലുള്ള ഓരോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സെപ്പറേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്യൂർ സബ്സ്റ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ മിക്സ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 ഏരിയയും എന്ത് തന്നെയാണ്, പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.